ഹലോ, അപ്പം നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു പില്ലോ കവർ എങ്ങനെ തുന്നണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ക്ലോത്ത് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തുന്നിയിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നെയിലോൺ വൂളോ അങ്ങനെ എന്തെങ്കിലും പില്ലോ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് തുണിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാറ്റേൺ വരക്കണം. ഇതിന് പാറ്റേൺ വരക്കാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ കാണിച്ചു തരികയാണ് കേട്ടോ എങ്ങനെ വരക്കണമെന്ന്. ഫസ്റ്റ് തന്നെ തുണിയിൽ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പേപ്പറിൽ ഞാൻ ആദ്യം വരച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കോളങ്ങൾ വരച്ചിട്ടുണ്ട്. ഈവൺ നമ്പർ കോളം വരക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റഫായിട്ടൊരു 4 കോളേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ കോളത്തിൻ്റെയും ഓരോ ഇടവെട്ട കോളങ്ങളിൽ ഇങ്ങനെ ഓരോ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോളത്തിന് ഇങ്ങനെ ക്രോസായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എങ്ങനെയാണോ വരച്ചിട്ടുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. നമ്മളിനി ആ പാറ്റേണിനെ ക്ലോത്തിലേക്ക് മാറ്റി വരക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലോത്തിൽ വരക്കുമ്പോൾ ഒരു 6 കോളം വരക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ നോക്കി വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ സാറ്റിൻ ക്ലോത്താണ് ഈ പാറ്റേണിന് നല്ലത്. ഇങ്ങനത്തെ സ്മോക്കിംഗ് കുഷ്യൻസൊക്കെ ചെയ്യുമ്പോൾ സാറ്റിൻ ക്ലോത്ത് എടുക്കുന്നതാവും നല്ലത്. അതിലാണ് നല്ല ബെസ്റ്റായി കിട്ടുള്ളൂ. പിന്നെ ഓർഗൻസയിലും ചെയ്യാൻ തോന്നുന്നു, പക്ഷേ അത് അങ്ങനെ സ്റ്റിഫായി നിൽക്കണത് കൊണ്ട് നമുക്ക് അത്ര സ്മൂത്ത് തോന്നില്ല. പിന്നെ സാറ്റിൻ ക്ലോത്ത് ആകുമ്പോൾ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ട് നല്ല ടച്ച് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ടുള്ളൊരു ക്ലോത്ത് മെറ്റീരിയലാണ് സാറ്റിൻ ക്ലോത്ത്. അപ്പോൾ ഞാനിവിടെ കോളം വരച്ച് സെറ്റ് ചെയ്യണം. കോളം വരച്ചിപ്പോൾ ഓരോ കോളത്തിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഓരോ ക്രോസ് വരച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 6 കോളം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് തുന്നാൻ പോവാണ്. അപ്പോൾ തുന്നുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡുള്ള ബോട്ടത്തിൽ നിന്ന് ഏറ്റവും താഴെ വശത്തു നിന്ന് തുന്നിയിട്ട് ആ ക്രോസ് ആക്കിയിട്ട് വരച്ചവിടെ തുന്നിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അതായത് ക്രോസ് തുടങ്ങുന്നത് എവിടെ വെച്ചാൽ അങ്ങനെ വലിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ ആ തുന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നൂല് വലിച്ചിട്ട് അങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫസ്റ്റ് കോളത്തിൻ്റെ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇനി സെക്കൻഡ് കോളത്തെ ഈ ക്രോസിനെയാണ് നമ്മൾ തുന്നാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് കോളത്തേക്ക് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കോളാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തുന്നിയെടുക്കുക. പിന്നെ അത് മുഴുവനായിട്ട് തുന്നിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നത്തെ 2 കോളങ്ങൾ തുന്നുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈവൺ നമ്പർ കോളങ്ങൾ വരക്കണം എന്ന് പറയണത്. അപ്പോൾ ആദ്യത്തെ കോളത്തിനെ ഇങ്ങനെ തുന്നിയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്രോസിനെ അങ്ങനെ തുന്നി കൂട്ടി വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുന്നൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നമ്മൾ തുന്നൽ കാണുമ്പോൾ ഇതിങ്ങനെ ചുരുക്കി എടുക്കുന്ന തുന്നലാണ് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ റോങ് സൈഡിലാണ് ഇങ്ങനെ തുന്നുന്നത്. ഞാനിപ്പോൾ വെള്ള നൂലെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ തുന്നുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ക്ലോത്തിൻ്റെ അതേ കളറിൽ നൂല് എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതാ ഞാനിത് ഓരോന്നങ്ങനെ തുന്നി വരികയാണ്. അതവിടെ അങ്ങനെ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. തുന്നീൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ നോട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരെ അതിൻ്റെ താഴേക്ക് ഇപ്പുറത്തെ രണ്ടാമത്തെ കോളത്തിലേക്ക് തുന്നിയെടുത്തിട്ട് അവിടെ ഇങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടി ഒരു നോട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗം നമ്മൾ ചുരുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ക്രോസിനെ മാത്രമേ ചുരുക്കി വലിച്ചെടുക്കുന്നുള്ളൂ. ഈ ക്രോസിനെ മാത്രം നമ്മൾ ചുരുക്കി വലിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ.
പിന്നെ ഇതിന് സ്മോക്കിംഗ് പാറ്റേൺ എന്നാട്ടോ പറയുക. ഇതിൻ്റെ വേറെയും കുറേ പാറ്റേണുകളുണ്ട്, പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പാറ്റേണാണ് ഇത്. ഇതിന് ഓരോ പാറ്റേണിനും ഓരോ പേരുണ്ട് കേട്ടോ. ഇതിന് ലാറ്റിസ് പാറ്റേൺ അങ്ങനെ പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള പാറ്റേൺ ഇത്. ഇതിൽ നമുക്കിങ്ങനെ കുഷ്യനൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് കുറേ തുന്നണമെങ്കിൽ കുറച്ച് ടൈമും പിന്നെ കുറച്ച് ക്ഷമയൊക്കെ ഉള്ളവർ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ സാറ്റിൻ ക്ലോത്തൊക്കെ കയ്യിലുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റിൽ ടോപ്പ് പോർഷൻ എത്തി. നമ്മൾ ബോട്ടം പോർഷൻ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ടോപ്പിലെത്തി. നമ്മൾ ഫസ്റ്റത്തെ 2 കോളം തുന്നിയെടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സിക്സാഗായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വൈറ്റ് നൂലിൻ്റെ ആ ഒരു ഭാഗം കാണുന്നുണ്ട്. അതങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടേ ഫ്രണ്ട് പോർഷനിൽ കാണുള്ളൂ. പക്ഷേ നമ്മൾ സെയിം നൂല് ക്ലോത്തിൻ്റെ അതേ കളർ നൂല് എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും കാണില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ വൈറ്റ് നൂല് എടുത്തത് നിങ്ങൾക്ക് നേരെ തുന്നുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ നമ്മൾ ടോപ്പ് പോർഷനിൽ എത്തിയല്ലോ. അപ്പോൾ ഇനി അവിടുന്ന് നൂല് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ ഫസ്റ്റ് നിന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തുന്നണം എന്നില്ല. ഞാൻ ഇതിങ്ങനെ തുന്നിയാൽ അവിടെ നിന്ന് കറക്റ്റായി കിട്ടൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവരുത്. അപ്പോൾ നമ്മൾ ആ നൂല് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 2 കോളാണ് ഇപ്പോൾ തുന്നി തീർത്തത്. ഇനി അടുത്ത 2 കോളം, അതായത് ഇനിയുള്ള 3-ാമത്തെയും 4-ാമത്തെയും കോളാണ് ഇപ്പോൾ നമ്മൾ തുന്നുന്നത് കേട്ടോ. അതും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾ ഒന്നും കൂടി കാണാത്തവരൊന്നും കൂടി നേരെ ശ്രദ്ധിച്ചു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെയും പാറ്റേൺ ഉണ്ട്. അപ്പോൾ വേറെ പാറ്റേൺ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിതാ ഇങ്ങനെ ഈ ക്രോസ് ഇട്ടവിടെ മാത്രം നൂലിനെ ചുരുക്കിയെടുത്തിട്ട് അവിടെയാണ് ഞോട്ടിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ചുരുക്കുന്നില്ല കേട്ടോ. ഈ കറക്റ്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡത്തെ കോളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ലൈനിലൂടെ ഒന്ന് തുന്നുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഞോട്ടിടുന്നില്ല. നമ്മൾ ഈ ക്രോസിന് മാത്രമാണ് ഞോട്ടിട്ട് നല്ല ചുരുക്കിയെടുക്കുന്നത്. മറ്റവിടെ ജസ്റ്റ് ഒരു ഞോട്ട് മാത്രം, അത് നൂലൊന്ന് അവിടെ നിന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒന്ന് ചെറുതായിട്ടൊരു കെട്ടിടുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ നമ്മൾ കണ്ടോ, ഈ ഒരു കെട്ട് നമ്മൾ ആ നൂല് അവിടെ അങ്ങനെ ആ ഒരു ലെങ്ത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇത് വലിക്കുമ്പോൾ ഈ ക്രോസിൻ്റെ അവിടെ വലിക്കുമ്പോൾ മറ്റവിടെ അങ്ങനെ വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ചെറിയ നോട്ട് അങ്ങനെ ഇടുന്നത് കേട്ടോ. ഈ നോട്ട് നമ്മൾ ഇവിടെ ഈ ശരിക്കും ഈ കോളത്തിൻ്റെ ഇപ്പുറത്തെ കോളത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന അവിടെയുള്ള നോട്ട് നമ്മൾ അത് ചുരുങ്ങി ആ നൂല് അങ്ങനെ തന്നെ സ്ട്രൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുറകു വശം തുന്നി മുഴുവൻ ഇപ്പുറത്തെ ഞാൻ അതുപോലത്തെ തുന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ 2 എണ്ണം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ലാസ്റ്റത്തെ ഞാൻ തുന്നിയെടുത്തപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെറിയൊരു പോർഷൻ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ.
അപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. അത് ഞാൻ